ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് വലിയ രീതിയിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. അവർ കൂടുതലായി എത്താനുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാക്കിയിരുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരവുമുള്ളത്. ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഈ അസം സ്വദേശി ഹുസൈൻ സഹറുൽ ഇസ്ലാമിനെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 158 ഗ്രാം ഹെറോയിൻ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ഇവിടെ എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ ചെറിയ പൊതികളിലാക്കി അല്ലെങ്കിൽ ചെറിയ കുപ്പികളിലാക്കി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി. ഏതാണ്ട് ഒരു കുപ്പിക്ക് 2000 രൂപ മുതൽ 3000 രൂപ വരെ വില ഈടാക്കിയാണ് ഇയാൾ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. വിപണിയിൽ ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുവാണ് ഇതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് കൂടി ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ലഹരി വസ്തുക്കൾ ഇവിടേക്ക് എത്തിക്കുന്നതാണ് എക്സൈസിന് വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണ വിപണി മുന്നിൽ കണ്ട് കൂടുതൽ ലഹരി വസ്തുക്കൾ എത്താനുള്ള ഒരു സാധ്യത കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നത്. എന്തായാലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രദേശങ്ങൾ, അതായത് മൂവാറ്റുപുഴ, കോതമംഗലം, അതുപോലെ തന്നെ പെരുമ്പാവൂർ, ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.